ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്രയും വർഷം പഠിച്ചിട്ട് ഇങ്ങനെയാണോ എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതാണോ എൻ്റെ ജീവിതം എന്ന് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. ഇത് എൻ്റെ കഥ മാത്രമല്ല, കേരളത്തിലെ ആയിരക്കണക്കിന് ആയുർവേദ ഡോക്ടേഴ്സിന്റെ കഥയാണിത്. ഞാൻ എൻ്റെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. ആയുർവേദം പഠിക്കാൻ പോയപ്പോൾ ഒരു ബിസിനസ് ഐഡിയയോ പ്ലാനോ ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഒരു നല്ല ഡോക്ടർ ആകണം, ചികിത്സിക്കണം, അത്രമാത്രം. 5.5 വർഷം പഠിച്ചു, സംസ്കൃതം അറിയാൻ പഠിച്ചു, ആയുർവേദം പഠിച്ചു. ജീവിതം മുഴുവൻ ഈ ഒരു പ്രൊഫഷനിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു വിശ്വാസത്തോടെ മാത്രമാണ് അത് പഠിക്കുന്നത്. പഠനം കഴിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പഠനം തുടങ്ങിയത്. കേരളത്തിന് പുറത്ത് പല ഹോസ്പിറ്റലുകളിൽ ഞാൻ വർക്ക് ചെയ്തു, ഫാർമസികളിൽ വർക്ക് ചെയ്തു, മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്തു, ഒരു ക്യാൻസർ ഫിസിഷ്യന്റെ കൂടെ നിന്ന് പഠിച്ചു, ക്ലിനിക്ക് തുടങ്ങി, പ്രൊഡക്ട്സ് ഉണ്ടാക്കി, പഞ്ചകർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു, കൺസൾട്ടൻസി റൺ ചെയ്തു. ഇതൊക്കെ ഞാൻ ചെയ്യാത്ത ജോലികൾ വളരെ കുറവാണ്. കാരണം ഞാൻ ജോലി മാറുമായിരുന്നില്ല, ഒരു ആയുർവേദ ഡോക്ടറിന് മാന്യമായി ജീവിക്കാനുള്ള വഴി തേടുകയായിരുന്നു. എവിടെ പോയാലും എന്തൊക്കെ ചെയ്യുമ്പോഴും ഒരേ കഥ തന്നെയാണ് നടക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ, ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ, ഒരു ഡോക്ടറിന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഒരു മെഡിക്കൽ ഓഫീസർ ആയിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്ത് എനിക്ക് കിട്ടിയ ശമ്പളം 20,000 രൂപയാണ്. 5.5 വർഷം പഠിച്ചതിന്റെ ഒരു പ്രൈസ് ഇതാണോ എന്ന് ഞാൻ ആ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ കാലം കടന്നു പോകുന്നു, ജീവിതം വീണ്ടും എന്നെ പരീക്ഷണത്തിലേക്ക് കൊണ്ടുപോവാണ്. കാരണം കല്യാണം കഴിയുന്നു, എൻ്റെ വൈഫ് കൺസീവ് ആവുന്നു, ഞാൻ ഒരു അച്ഛനാവാൻ പോവുകയാണ്. അതേ സമയത്ത് തന്നെ എൻ്റെ അച്ഛന് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഈ 2 പോയിന്റിലും എനിക്കൊരു വലിയ കാര്യങ്ങൾ മനസ്സിലായി, ഒരു വലിയ തിരിച്ചറിവ് എൻ്റെ ഉള്ളിലുണ്ടായി. ഒരു ഡോക്ടർ ആയിരുന്നു, പക്ഷെ സാമ്പത്തികമായി എൻ്റെ കുടുംബത്തിന് വേണ്ട സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ നൽകാൻ പ്രാപ്തമായിരുന്നില്ല. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തിരിച്ചറിവായിരുന്നു. ഒരു സമയത്ത് ഞാൻ ആ ആയുർവേദം വിട്ട് ഈ മെഡിക്കൽ കോഡിംഗ് ഒക്കെ പഠിക്കാൻ വരെ ആലോചിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കൂടുതൽ വരുമാനം വേണമായിരുന്നു, ജീവിച്ചു പോകണം, കുടുംബത്തിനെ നോക്കണം. പക്ഷെ അന്ന് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട്, വെയിറ്റ്, നമുക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. ആ വാക്ക് സത്യത്തിൽ എന്നെ ഒന്ന് നിർത്തി ഇരുത്തി ചിന്തിപ്പിക്കുകയായിരുന്നു. അന്ന് ഞാൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു: പ്രശ്നം ആയുർവേദത്തിന്റെ ആണോ? അല്ല, കാരണം എനിക്ക് ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദത്തിനോട് ഒരു പ്രശ്നവുമില്ല. എന്റെ പ്രശ്നം ഒരു ആയുർവേദ ഡോക്ടറിന്റെ ജീവിത രീതിയോടായിരുന്നു. അപ്പൊ ഞാൻ തീരുമാനിച്ചു, പ്രൊഫഷൻ അല്ല മാറ്റേണ്ടത്, പ്രൊഫഷനിൽ വിജയിക്കുന്ന രീതികളാണ് മാറ്റേണ്ടത്. അവിടെ നിന്നാണ് ഞാൻ എനിക്ക് വേണ്ടി മാർക്കറ്റിംഗ് പഠിക്കാൻ തുടങ്ങിയത്, ബ്രാൻഡിങ് പഠിക്കാൻ തുടങ്ങിയത്, ബിസിനസ് പഠിക്കാൻ തുടങ്ങിയത്. സെയിൽസ് പഠിക്കുന്ന അവിടെ നിന്നാണ്. AI പഠിച്ചു, ഫണൽസ് പഠിച്ചു, ഓട്ടോമേഷൻസ് പഠിച്ചു, കണ്ടന്റ് പഠിച്ചു. പക്ഷെ ഇതൊന്നും ഒരു മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആവാൻ വേണ്ടി ആയിരുന്നില്ല. ഒരൊറ്റ ഉത്തരം, എൻ്റെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ പഠനം മൊത്തം. ഒരു നല്ല ആയുർവേദ ഡോക്ടറിന് എങ്ങനെ ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടാക്കാം? ഇന്ന് ഞാൻ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മെറ്റാഡ്സ് മാത്രം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡിംഗ് മാത്രം പഠിപ്പിക്കുന്ന ഒരാളല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മികച്ച ആയുർവേദ ഡോക്ടർ ഇൻവിസിബിൾ ആയി തുടരരുത്. ഒരു മികച്ച ആയുർവേദ ഡോക്ടർ ഒരിക്കലും അണ്ടർ പെയ്ഡ് ആയി ജീവിക്കരുത്. ഒരു നല്ല ഡോക്ടർ ഒരിക്കലും ജീവിതത്തിനോട് ഫിനാൻഷ്യലി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ, ഇതൊരു യൂട്യൂബ് ചാനൽ അല്ല, ഇത് എൻ്റെ ഒരു പേഴ്സണൽ മിഷനാണ്. ഡിജിറ്റൽ ആയുർവേദ റവല്യൂഷൻ എന്നാണ് ഞാൻ ഈ ഒരു മിഷന് പേരിട്ടിരിക്കുന്നത്. എൻ്റെ സ്വപ്നം ഓരോ ആയുർവേദ ഡോക്ടറിനും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ടാകണം എന്നുള്ളതല്ല, അതൊരു ടൂള് മാത്രമാണ്. എൻ്റെ സ്വപ്നം ഓരോ ആയുർവേദ ഡോക്ടറിനും തൻ്റെ പ്രൊഫഷനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ, എന്നാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ കാരണങ്ങളാൽ കൊണ്ടോ അവന്റെ പ്രൊഫഷനോ സാഹചര്യങ്ങൾ കൊണ്ടോ അവന്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കാതെ വരരുത്. പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടർ ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം: നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനാണോ തീരുമാനിച്ചത്? അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിനെയും കഴിവിനെയും യുണീക്നെസ്സും വ്യക്തിത്വവും ലോകത്തിന്റെ മുന്നിലെത്തിച്ച് ഒരു പുതിയ വഴി നിർമ്മിക്കാനാണ്? ഞാൻ എൻ്റെ തീരുമാനം എടുത്തു. ഞാൻ ആയുർവേദത്തിനെ ഒരിക്കലും കൈവിട്ടില്ല. ആയുർവേദ ഡോക്ടേഴ്സിന്റെ ഭാവിയെ, ഫ്യൂച്ചറിനെ ഒന്ന് മാറ്റാനായിട്ടാണ് തീരുമാനിച്ചത്. ഞാൻ എൻ്റെ തീരുമാനം എടുത്തു. ഞാൻ ആയുർവേദത്തിനെ കൈവിട്ടില്ല. ആയുർവേദ ഡോക്ടേഴ്സിന്റെ, അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ബിസിനസ് മോഡലിന്റെ ഫ്യൂച്ചറിനെ ഒന്ന് മാറ്റാനാണ് തീരുമാനിച്ചത്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഓരോ ആഴ്ചയും കാണിക്കുന്നത്. താഴെ ഇവോൾവ് ആയുർവേദ വെബിനാറിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കും ഈ ഒരു യാത്ര തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങാം. നമുക്ക് ഒരുമിച്ച് ആയുർവേദത്തിന്റെ ഒരു പുതിയ ചരിത്രം എഴുതാം.